വേന്റെ സിഗ്നൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ചില സമയത്ത് ബോർഡർ വരച്ച് വെച്ചിട്ടുണ്ടാവും, അപകടം, വളവ് ശ്രദ്ധിക്കുക എന്നൊക്കെയുള്ള സിഗ്നൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ നേരെ പോയാൽ എന്ത് ചെയ്യും? നിങ്ങൾ നേരെ കൊണ്ടുപോയി ചാടും. ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല സ്പീഡിലാണ് നിങ്ങൾ വളക്കുന്നതാണെങ്കിൽ അങ്ങനെ വണ്ടി വന്നിട്ട് നിങ്ങളെ അടിച്ച് പണിയാവും. അപ്പൊ നിങ്ങൾക്ക് സിഗ്നൽ അറിയാതെ, നിങ്ങൾ ഒന്നും അറിയാതെ നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്താൽ എന്താ സംഭവിക്കുക? നിങ്ങൾ തീർന്നു പോകും, ചത്തുപോകും. പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞു അറിയാത്തവന് ഇതൊന്നും പ്രശ്നമില്ല. അറിയാത്തവന് പ്രശ്നമൊന്നുമല്ല. ഇപ്പം എനിക്ക് വൺ വേ സിഗ്നൽ കണ്ട എനിക്ക് അറിയില്ല, അപ്പൊ എനിക്ക് എന്ത് സംഭവിക്കും? അപ്പൊ അതോടെ ഞാൻ തീർന്നു പോകും. പിന്നെ എനിക്ക് മുന്നോട്ടുള്ള യാത്ര ഉണ്ടാവില്ല. അതിന് നല്ലതാണത്. ഒന്നും അറിയണമെന്നില്ല, ഒന്നും നമ്മൾ അറിയാണ്ട് ഒറ്റ പോക്ക് അന്തോ കുന്തില്ലാണ്ട് പോവാം നമുക്ക്. പക്ഷെ അന്തോ കുന്തില്ലാണ്ട് പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ദൂരം വളരെ ഷോർട്ടായി പോകും. അപ്പം അത് അങ്ങനെയാണോ നമ്മൾ പറയേണ്ടത് സമൂഹത്തിനോട്? സമൂഹത്തിനോട് നമ്മളൊന്നും പറയുന്നില്ല. സമൂഹത്തിന് ഒരു ഇൻഫർമേഷനും കൊടുക്കുന്നില്ല. സമൂഹത്തിനോട് ഞാൻ ഞാൻ എന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. സമൂഹം നിങ്ങൾക്ക് തരുന്നില്ലേ സെബാസ്റ്റ്യൻ സാറേ? സമൂഹം നിങ്ങൾക്ക് തന്നെയാണ് സിഗ്നലൊക്കെ. അവർ റോഡ് ഉണ്ടാക്കുമ്പോൾ സിഗ്നലൊക്കെ എന്തിനാണ് വെക്കുന്നത്? സമൂഹം നിങ്ങൾക്ക് തരുവാണ്. അപ്പൊ നിങ്ങൾ തിരിച്ചു അതുപോലെ നിങ്ങളുടെ അറിവ് കൊടുക്കണം. ഏതോ ഒരു വ്യക്തിയാണ് ആ സിഗ്നലിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടാവുക. അതിങ്ങനെ പിന്നെ സിഗ്നൽ വെച്ചാൽ അവർക്ക് മനസ്സിലാവും, വളവുണ്ട്, പൊളവുണ്ട്, ഇപ്പുറത്തൊരു വലിയ കുണ്ടുണ്ട്, അല്ലെങ്കിൽ വലിയ ബമ്പുണ്ട്. ഇതൊക്കെ അവർക്ക് ഏതോ ഒരു വ്യക്തിയുടെ ആ ചിന്തയിൽ നിന്ന് വന്ന സാധനമായിരിക്കും അവരവിടെ എന്താണ് ചിത്രരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ മാർക്ക് ചെയ്ത് വെച്ചത്. അത് നിങ്ങൾ ഇതൊന്നും അറിയണ്ട എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ബമ്പ് ഹിയർ എന്നുള്ള ബോർഡ് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് വേറെന്തോ സാധനമാണ്, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നല്ല സ്പീഡ് പോകും. ബമ്പ് നിന്ന് തെറിച്ച് കാലും കൈയോട് ആസ്പത്രി കിടക്കേണ്ടി വരില്ലേ? അപ്പം നിങ്ങൾ അറിയണം. നമുക്ക് തരുന്ന അടയാളങ്ങളെ പറ്റി നമുക്ക് അറിയണം. അത് അടയാളം അറിയാതെ മുന്നോട്ട് പോയാൽ അന്തവും കുന്തില്ലാത്ത പൂക്കുന്ന നമ്മൾ അതിന് പറയാം. അപ്പൊ ഇതേ സാധനം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മറ്റൊരാൾ തന്ന സിഗ്നല് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ അത് സേഫ്റ്റി മെഷേഴ്സിന് യോജിച്ചതാണെന്ന് മനസ്സിലായാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് അറിയിക്കണം. ഇപ്പൊ കണ്ടില്ലേ, നമ്മളിപ്പം ചില ആപ്പ് ഉണ്ട്, പിന്നെ ക്യാമറനെ കാണിച്ചിരുന്ന ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ എല്ലാ ക്യാമറയുള്ള സ്ഥലവും കാണിക്കണമെന്നില്ല. അപ്പൊ ആപ്പ് എന്നാ പറയുന്നത്, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അടുത്ത സ്ഥലത്തൊരു ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ക്യാമറ എന്റെ ആപ്പിൽ ഇല്ലാന്ന് വിചാരിച്ചോ, ഞാൻ ആ ക്യാമറ കണ്ടി ഞാൻ അവിടെ മാർക്ക് ചെയ്യും, ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. അപ്പൊ എന്റെ പിന്നിൽ വരുന്നവന് മനസ്സിലാവും അവിടെ ഒരു ക്യാമറ ഉണ്ട്. അപ്പൊ അങ്ങനെയല്ലേ അപ്ഡേഷനിലൂടെ അല്ലേ നമ്മൾ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാതെ ഈ ലോകം ഒന്നിച്ചൊരു ഒറ്റയടിക്ക് ഉണ്ടാക്കിയതല്ലല്ലോ ഈ സിഗ്നൽസ് ഒക്കെ. ഇതൊക്കെ കാലങ്ങളിലൂടെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടതല്ലേ. അങ്ങനെ കണ്ടു. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ കാണണ്ടേന്നാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ കണ്ടാൽ നമുക്ക് നിലനിൽക്കുന്ന ഭാഗത്ത് നിലനിൽക്കാൻ പറ്റും. എങ്ങനെ കണ്ടാൽ നിലനിൽക്കുന്ന ഭാഗത്ത് നിലനിൽക്കാൻ പറ്റും, അങ്ങനെ തന്നെ കണ്ടേ പറ്റത്തുള്ളൂ. ആവശ്യമുള്ള കാര്യങ്ങൾ അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അവനവനെ അനുഭവിക്കാൻ, തുടർന്ന് കൊണ്ടുപോകാൻ, വേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള സർവ്വ സംവിധാനവും നമ്മളിലുണ്ട്. അത് പരിപൂർണമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലമാണ് ഏതൊരു വ്യക്തിയും ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കാരണമാകത്തുള്ളൂ. അതിന് ആരും ബലം പിടിച്ച് ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ടുള്ള ബന്ധം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സർവ്വസുരക്ഷിതത്വവും അവിടെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും. അത് എല്ലാ സെബാസ്റ്റ്യൻ, ഈ റോഡ് മേലിൽ സിഗ്നൽ വെച്ചത് പിന്നെ എന്താണ്, പ്രകൃതി തന്നെ കൊണ്ടേ വെച്ചതല്ല ഈ സിഗ്നല്. റോഡിൽ സിഗ്നൽ വെച്ചത് കൃത്രിമമായിട്ട് വെച്ചതാണത്. അത് നാച്ചുറലായിട്ട് വന്നതല്ല ആ സിഗ്നല്. അത് കൃത്രിമമാണ്. അതായത് ആരോ പിന്നെ ഉണ്ടാക്കി വെച്ചതാണ് അവിടെ. അത് മുമ്പ് അറിഞ്ഞവർ അവിടെ ഒരു വലിയ വളവുണ്ട്, അപ്പം വളവിൽ പുളവൻ ശ്രദ്ധിക്കുക എന്നിട്ടൊരു സിഗ്നൽ അവിടെ വെക്കുന്നവര്. ബമ്പുണ്ട്, വലിയ ബമ്പുണ്ട് അവിടെ. ആ ബമ്പ് കാണിച്ചു തരാം നിങ്ങൾക്ക്. കുറച്ച് ദൂരെ നിന്ന് തന്നെ നിങ്ങൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ ആ സിഗ്നൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ബമ്പുണ്ട്. അപ്പൊ നീ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ല എന്ത് സംഭവിക്കും? കുഴപ്പമൊന്നുമില്ല, അതോടെ തീർന്നു പോകും. അപ്പൊ അങ്ങനെയല്ലല്ലോ, നമ്മൾ മുന്നോട്ട് പോകണമെന്നല്ലേ സഭാസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സിഗ്നൽ എന്താണെന്ന് അറിയണം, ഈ സിഗ്നലിന്റെ അർത്ഥം എന്താണെന്ന് അറിയണം, അത് നമ്മൾ പഠിക്കണം. എന്നിട്ട് വേണം നമ്മൾ വീണ്ടും മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ പോവാം. ഇപ്പം മറ്റേ കുഞ്ഞുട്ടി പറഞ്ഞതുപോലെ പഠിച്ചാലും വളരും, പഠിച്ചിട്ടില്ലെങ്കിലും വളരും. പഠിച്ചു വളർന്നാല് വിളയും, പഠിക്കാതെ വളർന്നാല് വളയും എന്നാ പറഞ്ഞത്. അപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് പഠിച്ചും പോവാ, പഠിക്കാതെയും പോവാം. പഠിച്ചിട്ട് പോയാൽ നിങ്ങൾ ശരിയായ രീതിയിൽ പോകും, വേറെ ആൾക്ക് ആക്സിഡന്റ് ഉണ്ടാക്കില്ല. വളവിന്റെ സിഗ്നൽ നിങ്ങൾ കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ സ്പീഡൊക്കെ കുറച്ച് ചിലപ്പോൾ നിങ്ങളെ ആവില്ലെങ്കിലും ചിലപ്പോൾ അങ്ങ് ഇങ്ങോട്ട് വരുന്നവൻ ചത്തുപോകും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. സ്ലോ അല്ലാക്കിയിട്ട് മാന്യമായ രീതിയിൽ പെരുമാറിയിട്ട് നിങ്ങൾക്ക് അതിനെ ഒഴിവാക്കാം. മറിച്ച് നിങ്ങൾക്ക് ഈ സിഗ്നൽ ഒന്നും അറിയില്ലെങ്കിലോ നിങ്ങൾ അടിച്ചു വിട്ടിട്ട് പോവും.
വൺ വേന്റെ ഒരു സിഗ്നൽ നിങ്ങളെ മുന്നിൽ കാണുന്നത്. നിങ്ങൾക്ക് അറിയില്ല വൺ വേന്റെ സിഗ്നൽ എന്നാണ്. നിങ്ങൾ ആ വൺ വേനുള്ളിൽ പാഞ്ഞും കയറും വണ്ടി എടുത്തിട്ട്. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഓടാൻ പറ്റും, ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റാതെ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷെ അങ്ങൊന്നും ഇങ്ങൊന്നും വരുന്ന വണ്ടിയെല്ലാം തമ്മിൽ അടിച്ചിട്ടൊക്കെ ആകെ പ്രശ്നമാവും, കൊളാപ്സിലായി പോകും. അപ്പൊ സമൂഹത്തിന് മൊത്തം കൊളാപ്സിലാക്കും. അപ്പം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളുടെ അറിവിനെ സമൂഹത്തിനോട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പാലിക്കുക. നിങ്ങൾ അങ്ങനെ പാലിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അങ്ങനെ എടുക്കണ്ടേ നമ്മള്? എല്ലാം നാച്ചുറലാണ്. നാച്ചുറൽ അല്ലാത്ത ഒന്നുമില്ല ഇവിടെ ഉള്ളത് എല്ലാം നാച്ചുറലാണ്. മനുഷ്യനുണ്ടാക്കിയെന്ന് പറയുന്നത് നാച്ചുറലാണ്. ഇവിടെ ഒന്നും ഈ നാച്ചുറൽ അല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല. ഇതെല്ലാം നാച്ചുറലാണ്. അപ്പം നമ്മുടെ നേച്ചറുമായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ നേച്ചറുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നിടത്താണ് നമ്മുടെ കാര്യങ്ങൾ അറിയുന്നത്. അപ്പം നമ്മുടെ നേച്ചറുമായിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനുള്ള സർവ്വ കാര്യങ്ങളും അവിടെ ശ്രദ്ധയിൽ വരും. അതാണ് നമ്മുടെ നേച്ചറിൻ്റെ പ്രത്യേകത. നമ്മുടെ നേച്ചറുമായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കാതെ നമ്മൾ മറ്റൊന്നിൻ്റെ നേച്ചറിലോട്ട് നോക്കിയാൽ അതിന് അതിൻ്റേതായിട്ടുള്ള നേച്ചർ ഉണ്ടാവും. ഒരു ചൊറിഞ്ഞാണത്തിന് അവിടെ നിൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ മേത്ത് മുട്ടിയാൽ അത് ചൊറിയും, പക്ഷെ ചൊറിഞ്ഞാണത്തിന് കുഴപ്പമില്ല. അപ്പം നമ്മുടെ നേച്ചറിൽ ചൊറിഞ്ഞാണം ആയിട്ടുള്ളൊരു ബന്ധം ശരിയല്ല. അതിനാണ് ബോധം എന്ന് പറയുന്നത്. അപ്പോൾ ബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ നേച്ചറാണ് അവനെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അത് നിരന്തരം പ്രവർത്തിക്കുന്നതാണ്. അത് ഒരിക്കലും ഷട്ട് ഡൗൺ ആകാറില്ല. അത് ഒരു കാലത്തും ഒരു സമയത്തും അത് ഷട്ട് ഡൗൺ ആകാറില്ല. അത് നിരന്തരം നമുക്ക് തരേണ്ട സിഗ്നൽസും ഇൻഫർമേഷൻസും നിരന്തരം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയും, പക്ഷെ ആ പ്രൊവിഷൻ നമ്മൾ ഒബ്സേർവ് ചെയ്യാൻ നമ്മൾ വില്ലിങ്നെസ് കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചൊറിഞ്ഞാണത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ചൊറിച്ചിലെടുത്തോണ്ടിരിക്കും. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം, അത് വ്യക്തിത്വ ബോധം, ഇത് എൻ്റെ അടിസ്ഥാനം ഇതാണ് എന്ന് മനസ്സിലാക്കുന്നവൻ മാത്രമാണ് അവനൊരു കാറ് വാങ്ങുന്നു. കാറ് വാങ്ങി അവനത് ഓടിക്കണമെങ്കിൽ ലൈസൻസ് എടുക്കും. ആ ലൈസൻസ് എടുക്കുമ്പോൾ ഈ മാതിരിയുള്ള സർവ്വ കാര്യങ്ങളുടെയും ഇൻഫർമേഷൻ അത് അവൻ യോഗ്യനായിട്ടാണ് അത് ഓടിക്കുന്നത്. അപ്പോൾ ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും അവനറിയാം ഇതിൽ ഞാൻ ഇടപെടുമ്പോൾ ഇന്ന ഘടകങ്ങൾ ഇതിലുണ്ട്. അതൊരു വ്യക്തിയുടെ സാമാന്യ ബോധത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അത് ഡ്രൈവിംഗ് ആണെങ്കിലും സർ അവിടെയും അങ്ങ് വീണ്ടും ആൾക്കാരെ ഇതാക്കാണ്. കാരണം നിങ്ങൾ ലൈസൻസ് എടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ മുമ്പ് ആരോ എഴുതി വെച്ച രീതികൾ പഠിക്കുന്നുണ്ട്. എങ്ങനെ വളക്കണം, എങ്ങനെ ക്ലച്ച് ഔട്ടണം, എവിടുന്നൊക്കെ ക്ലച്ച് ഔട്ടണം, അല്ലെ എവിടുന്നൊക്കെ ബ്രേക്ക് ഔട്ടണം, ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ പഠിക്കണ്ട എന്ന് പറയുമ്പോൾ പ്രശ്നം വന്നില്ലേ അവിടെ വീണ്ടും? പിന്നെ നിങ്ങളുടെ ചൊറിയണത്തിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ചൊറിയണം എന്നുള്ള സാധനം നിങ്ങൾക്ക് അറിയാം, നാച്ചുറൽ ആണ്. ചൊറിയണം, കൈ തട്ടിയ ചൊറിയും. പക്ഷേ ചൊറിയണം എടുക്കേണ്ട ആവശ്യം വരും നമുക്ക്. ചൊറിയണം കയ്യിലെടുത്ത് കൊണ്ടോണ്ട ആവശ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ഗ്ലൗസ് ഇട്ടിട്ട് പിടിക്കും ചൊറിയണത്തിന്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ചൊറിയണത്തിന്റെ ചൊറിയുന്ന ആ സ്വഭാവത്തിനെ ഇല്ലാതാക്കിയിട്ട് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും അതിൽ റിസർച്ച് ചെയ്യും. നമ്മൾ അങ്ങനെ ചെയ്യും. അതും അറിവ് കൊണ്ടാ ചെയ്യുന്നത്. അതെങ്ങനെ? അത് നാച്ചുറൽ അല്ലത്. അത് നമ്മൾ നാച്ചുറൽ നിന്നും അൺനാച്ചുറലിലേക്ക് പോയിട്ടാണ് ഈ ചൊറിയണത്തിന്റെ ചൊറിയലിനെ നമ്മൾ ഇല്ലാതാക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ടുള്ള എന്റെ കൈ കൊണ്ട് തൊട്ടാൽ അത് ചൊറിയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു. അല്ലെങ്കിൽ മുൻപ് പിന്നെ ചിന്തിച്ച് കണ്ടെത്തിയവനോട് പറഞ്ഞു തരുന്നു, നീ ഗ്ലൗസ് ഇട്ട് എന്നെ പിടിച്ചോ, എനിക്ക് ചൊറിയില്ലെന്ന് പറയുന്നു. അല്ലെങ്കിൽ നീ വല്ല വെളിച്ചെണ്ണയോ ഈ ചൊറിയാതിരിക്കുന്ന എന്തോ സാധനം ഉണ്ട് എവിടെയോ, വല്ല വേറെ എന്തെങ്കിലും പച്ചലയുടെ നീരുണ്ട്, അത് നീ തേച്ചിട്ട് ആ ചൊറിയണത്തെ പിടിക്ക്, ചൊറിയില്ല. അപ്പൊ അവിടെ എന്തായി? നിങ്ങൾ അറിവ് ഈ നാച്ചുറലിനെ അൺനാച്ചുറൽ ആക്കാൻ നിങ്ങൾ സഹായിക്കുന്നു. അതും നാച്ചുറൽ ആണെന്ന് പറയുമ്പോൾ അത് കൃത്രിമമാണ്. ഈ ഗ്ലൗസ് കൃത്രിമമാണ്, അത് നാച്ചുറൽ അല്ല. അത് പ്രകൃതിയിൽ അപ്പാടുണ്ടായി വന്നതല്ല. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ് ഈ ഗ്ലൗസ്. അല്ലെ ഈ ഇന്നേ ഇലക്ക് ഇന്നേ ചാറുണ്ട് എന്നുള്ള ആ അറിവ് അത് വേറെ എവിടെയോ കിടക്കുന്ന ഒരു സാധനമാണത്. അതിന് നിങ്ങൾ എടുത്തിട്ട് അതിന് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ചെയ്തിട്ട് നിങ്ങളെ കയ്യിൽ പെട്ടും അത് അൺനാച്ചുറലായി. അപ്പോഴത് നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല. നാച്ചുറൽ അത് അതിന്റെ കിടപ്പ് അങ്ങനെയാണ്. അത് ഏതോ കാട്ടിൽ കിടക്കേണ്ട പച്ചിലയാണ്. അല്ലെ ഈ പ്ലാസ്റ്റിക് എന്ന സാധനം ഏതോ പെട്രോൾ ഉൽപ്പന്നമാണ്, ഏതോ സ്ഥലത്ത് ഭൂമിയുടെ അടി കിടക്കുന്ന സാധനമാണ്. അതിന് നിങ്ങൾ കുഴിച്ചെടുത്തിട്ടാണ് ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലൗസ് ആക്കിയിട്ട് അതിനെ മാറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും നാച്ചുറൽ അൺനാച്ചുറൽ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. രണ്ടും രണ്ട് തന്നെയാണ്. നിങ്ങൾ അറിവുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിജ്ഞാനം കൊണ്ട് നിങ്ങൾ നാച്ചുറൽ നിന്നും അൺനാച്ചുറലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി പോകില്ല അവിടെ. നിങ്ങളെ ചൊറിയണം, അത് ചൊറിയും, അതുകൊണ്ട് എനിക്ക് വേണ്ട, ഞാൻ തൊടില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിൽക്കാം. പക്ഷെ നിങ്ങളതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അതിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെന്തോ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കണം, നിങ്ങൾ അതുമായിട്ട് കൈകാര്യം ചെയ്യണ്ടേ? അപ്പൊ അതിനൊക്കെ നിങ്ങൾ തള്ളി പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. നിങ്ങൾ നേരത്തെ പറഞ്ഞു നിശ്ചലത്വത്തെ അനുഭവിക്കുക എന്ന് പറഞ്ഞു. നിശ്ചലം എന്ന് പറയുന്നത് തന്നെ നിശ്ചലമാണ്. അവിടെ എന്തിനാണ് അനുഭവിക്കേണ്ടത്? ആ നിശ്ചലത്തിൽ നിന്ന് നിങ്ങൾ ചലനത്തിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ചലനം തുടങ്ങിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ അനുഭവിക്കാൻ പറ്റുന്നത്? അത് നിശ്ചലമല്ല. പിന്നെ നിശ്ചലത്തിൽ നിങ്ങൾ അനുഭവിക്കാന്ന് പറയുമ്പോൾ തന്നെ അത് ചലനമായി മാറി കഴിഞ്ഞു.
അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ചലനത്തെ നിശ്ചലത്തിനെ കൊണ്ട് ചലനത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ നിശ്ചലത്തെ അനുഭവിക്കുന്നത്? കാരണം ചലനമല്ലേ അത്. നിങ്ങളൊരു ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഭൂമി പുറത്തുള്ള പ്ലാറ്റ്ഫോം ഒക്കെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക എന്നാണ് നമ്മുടെ ശരിയായ അറിവ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പ്ലാറ്റ്ഫോം പായുന്നു, തെങ്ങ് പായുന്നു, ഇതൊക്കെ പായുന്നുണ്ട്. കാരണം നിങ്ങൾ ചലിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചലിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് നിശ്ചലമായ സാധനത്തിന് കാണാൻ പറ്റുക? അപ്പൊ നിങ്ങൾ നിശ്ചലമാണെന്ന് പറയുന്നതോടുകൂടി എന്തായി? നിങ്ങൾ എന്ന സാധനം അവിടെ ഇല്ലാതായി പോവുക. അപ്പൊ അവിടെ പിന്നെ അനുഭവത്തിന്റെ പ്രശ്നം വരുന്നുണ്ടോ? അപ്പൊ ഇതേ വാദം തന്നെയാണ് നിങ്ങൾ നാച്ചുറൽ അൺനാച്ചുറൽ പറയുമ്പോൾ നിങ്ങൾ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ മുൻ അനുഭവങ്ങളെ അല്ലെങ്കിൽ മുൻ അറിവുകളെ അല്ലെങ്കിൽ വിജ്ഞാനങ്ങളെ നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുന്നത്. അതൊന്നും തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നാൽ നല്ലത്. നിശ്ചലത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടൊരു സാധനം എല്ലാം നാച്ചുറൽ ആണോ? അതെങ്ങനെയാണ് എല്ലാം നാച്ചുറൽ ആവുന്നത്? അൺനാച്ചുറൽ എന്ന് പറഞ്ഞ സാധനമില്ലേ? നാച്ചുറൽ മാത്രമാണോ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ പ്രകൃതി അതേപോലെ കിടക്കണം. ഒരു മാറ്റവും സംഭവിക്കാൻ പാടില്ല. ഞാൻ നടക്കുമ്പോൾ, ഞാനിവിടെ ഒരു ചവിട്ടി ഓടുമ്പോൾ പ്രപഞ്ചത്തിന്റെ പല മൂലകളിലും ഇളക്കം സംഭവിക്കുന്നുണ്ടെന്ന് പല ശാസ്ത്രങ്ങളും. ഇതൊക്കെ മണ്ടത്തരമാണോ? അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? എനിക്ക് മറുപടി പറയും. അപ്പോഴേ നിരഞ്ജ ഒരു ചോദ്യം, അതായത് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് നിശ്ചലമായിരിക്കുന്നതിനെ അറിയാൻ കഴിയില്ല. അത് തന്നെ ഈ നിശ്ചലമായിരിക്കുന്ന ചലിക്കും നമുക്ക് തോന്നും. പക്ഷെ നിശ്ചലമായിരിക്കുന്ന ഒന്നിന് ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ അറിയാൻ കഴിയും. അതുകൊണ്ട് ബ്രഹ്മത്തിന് ദ്വൈതത്തിൽ ഇരിക്കുന്ന എല്ലാത്തിനെയും തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ദ്വൈതത്തിൽ ഇരിക്കുന്ന ഒന്നിന് ഒരിക്കലും ബ്രഹ്മത്തെ തിരിച്ചറിയാൻ കഴിയും. അതിലും ഒരു തെറ്റുണ്ട്. പിന്നെ നക്രോ, നിശ്ചലമായ ഒന്ന് മറ്റൊന്നിനെ അറിയുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ചലനം. അറിയുക എന്ന് പറയുമ്പോൾ ഒരു ക്രിയയാണ് അവിടെ. നിശ്ചലമായ ഒന്നിന് ക്രിയയില്ല. അക്രിയയായ അവസ്ഥയാണ് നമ്മൾ നിശ്ചലം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ അവിടെ ക്രിയ കൊണ്ടുവരുമ്പോ അവിടെ എന്ത് സംഭവിച്ചോ അറിയോ? അറിയുക എന്നുള്ള ക്രിയയിലേക്ക് പോയി. ആ സെക്കൻഡ് സംഭവിച്ചു ഇല്ലേ? ചലനമായി മാറി. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പിന്നെ നിങ്ങൾ നിശ്ചലമാണെന്ന് പറയുന്നത്? അതോടുകൂടി അത് നിശ്ചലമല്ല. പിന്നെ നിങ്ങൾ അറിയാൻ തുടങ്ങുമ്പോൾ നിശ്ചലം പോയില്ലേ? ഇവിടെ ചലനം തുടങ്ങിയില്ലേ? ഞാൻ ചുമ്മാ ഒരു ഐഡിയ വെച്ച് നോക്കിയതാ, നിരഞ്ജൻ അറിയാമെന്ന്. നേച്ചർ എൻ്റെ നേച്ചറാണ്. എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. എൻ്റെ നേച്ചറിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത്. അവിടെ എൻ്റെ നേച്ചറുമായിട്ട് പൊരുത്തപ്പെടാത്തതെല്ലാം അൺനാച്ചുറൽ ആണെന്ന് ഞാൻ പറയുന്നത് കൊണ്ട് അത് അൺനാച്ചുറൽ ആകത്തില്ല. എൻ്റെ നേച്ചറുമായിട്ട് പൊരുത്തപ്പെടാത്തത് അവിടെ ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം നാച്ചുറൽ അല്ലേ? അത് നാച്ചുറൽ അല്ലേ? എല്ലാം നാച്ചുറലാണ്. എല്ലാം എല്ലാം നാച്ചുറലാണ്. അങ്ങനെ വേണം. അതെ, എല്ലാം നാച്ചുറലാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും നേച്ചർ, എൻ്റെ നേച്ചറാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന എൻ്റെ നേച്ചറാണ്. അതിലൂടെ മാത്രമേ എനിക്ക് തുടരാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ തുടരുന്നു. ഞാൻ എന്തുകൊണ്ട് തുടരുന്നു? മാറ്റങ്ങൾ ഉണ്ടാകുന്ന എവിടെയും. മാറ്റമില്ലാത്തതിനെ മാറ്റത്തെ കാണാൻ പറ്റത്തുള്ളൂ. മാറ്റമില്ലാത്തതിന് മാറ്റത്തെ കാണാൻ പറ്റും. അതിൽ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ. അല്ലാത്തതിലൊന്നും കാര്യമില്ല. നിരഞ്ജൻ തിരുത്തിയത് മാറ്റമില്ലാത്ത എനിക്ക് പറ്റുന്നത് കാണുമ്പോ ചലനം. മാറ്റമില്ലാത്തത് എന്നും ചലനമില്ല. അതിനെ തന്നെ അറിയാൻ കഴിയുമോ എന്നുള്ളതാണ്.